ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടയിൽ ചൊരിയുന്നുണ്ട്. അത് നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ തോന്നും. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കുക നമ്മളും വിഭിന്നരല്ല, നമ്മളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമുക്കും ഈ അനുഗ്രഹം സാധ്യതമാണ്. ഇന്ന് നമ്മുടെ ഈ സഹോദരങ്ങൾ കഴിഞ്ഞ ധ്യാനത്തിൽ വന്ന സഹോദരിയാണ്. ഇവരുടെ ജീവിതാനുഭവം അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കത് കേൾക്കാം. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു വിഷമമാണ് പറയുവാൻ. വാക്കുകൾ കിട്ടുന്നില്ല. എങ്കിലും ഇത്രയും പേരുടെ മുന്നിൽ ഒരു സാക്ഷ്യമായിട്ട് നിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തന്നത് പരിശുദ്ധനായ ദൈവമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് സാധിച്ചു തന്നത്. ഇത് എൻ്റെ ഭാര്യ, പേര് ബീന, എൻ്റെ പേര് സാബു എന്ന് വിളിക്കും വീട്ടുപേര്. ഒഫീഷ്യൽ പേര് ജോൺ എന്നാണ്, ജോൺ സാർ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ഞാൻ ഒരു സ്കൂളിലെ അധ്യാപകനായിട്ട് ഇപ്പോൾ തൽക്കാലം കുറച്ച് സമയം കൊണ്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യ വീട്ടിലെ ഹൗസ് വൈഫാണ്. കഴിഞ്ഞ 2023 ഒക്ടോബർ മാസത്തോടുകൂടി ഞങ്ങളുടെ ഭവനത്തിൽ ഒരു വളരെയേറെ വിഷമമുള്ള ഒരു സംഭവം നടന്നു. അതായത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ, എൻ്റെ ചേച്ചി ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ഒരു ബ്രസ്റ്റ് ക്യാൻസറായിട്ട് അതിൻ്റെ ഒരു ആഘാതത്തിൽ ഇരുന്നപ്പോഴാണ് ആ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് കൃത്യം 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും ക്യാൻസറായി. അത് എല്ലയിലായിരുന്നു. അതറിയാനുള്ള കാരണം ഞാനും ഇവളും കൂടിക്കൊണ്ട് മംഗലാപുരത്ത് യാത്രയായി പോകുന്ന സമയത്ത്, അനിയൻ്റെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിലേക്ക് യാത്രയാകുന്ന സമയത്ത് നമ്മുടെ എയർപോർട്ട് റോഡിൽ ആ പോകുന്ന വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാറിൽ, ഇവൾ ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ആ ആക്സിഡൻറ്റിൽ ഇവളുടെ നെറ്റി ചെന്ന് ഗ്ലാസ്സിനിട്ടടിച്ചു, ഗ്ലാസ് പൊട്ടിപ്പോയി. നെഞ്ച് ചെന്ന് ഡാഷ്ബോർഡിനിട്ടടിച്ചു. ആ ബ്രേക്ക് പിടിച്ചതിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചു വന്ന് അതേ സ്പീഡിൽ തന്നെ സീറ്റിൽ വന്നിരിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ, ആ ആക്സിഡൻ്റ് ആയപ്പോൾ അവൾക്ക് ബോധക്കേടൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ശരിയായി. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് നടുവേദന തുടങ്ങി. ആ നടുവേദനയ്ക്ക് ചികിത്സകൾ കുറേ ചെയ്തു, തിരുമിച്ചു. ഏകദേശം 7 ദിവസത്തെ തിരുമിയിലെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നടുവേദന കുറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ നമ്മുടെ ബട്ടക്കന് ഭയങ്കര വേദനയായിട്ട് അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഇനി ഇത് വെച്ച് കുറേ മരുന്നുകളെല്ലാം മേടിച്ചായിരുന്നു അതിന് മുമ്പ്, പക്ഷേ യാതൊരു കുറവും കണ്ടില്ല. അതിനുശേഷം ഡോക്ടറെ കണ്ടു. അവിടെ ഇതെല്ലാം ചെയ്തു, എക്സ്റേ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എല്ലിന്, നമ്മുടെ ഈ നട്ടെല്ലിന്ന് താഴോട്ട് പോകുന്ന 2 സൈഡിലേക്കുള്ള എല്ലുണ്ട്, പെൽവിക് ബോൺ എന്ന് പറയും. ആ ബോണിൽ ഒരു ബൾജ് ഉണ്ടെന്നുള്ളത് ഡോക്ടർ കണ്ടുപിടിച്ചു. അയാൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി മംഗലാപുരത്ത് പോയി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. MRI സ്കാൻ എടുത്തു. MRI സ്കാൻ എടുത്തിട്ട് ഞാൻ ഏറ്റവും ആദ്യം അയച്ചു കൊടുത്തത് എൻ്റെ ചേച്ചിക്കാണ്. അത് അറിഞ്ഞോടനെ ചേച്ചി പറഞ്ഞു ഇനി നിങ്ങളിങ്ങോട്ട് വരണ്ട. ചേച്ചി അന്നേരം വീട്ടിലാണ്, എൻ്റെ വീട് ആലങ്കാരത്താണ്. ചേച്ചി പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി. കാരണം ഇവക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തലവണയൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈ റോഡേയുള്ള യാത്ര നിങ്ങൾക്കറിയാം, മംഗലാപുരം വരെയുള്ള യാത്ര എത്രമാത്രം
ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ആ സമയത്ത് അങ്ങോട്ട് വരണ്ട, നിങ്ങൾ മംഗലാപുരത്ത് തന്നെ നിന്നോന്ന് പറഞ്ഞു. ഒടുവിൽ ചേച്ചിയെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തു. ആ ഡോക്ടറെ കൊണ്ട് എല്ലാം ചെയ്തു. അതിനുശേഷം പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു, നിർദ്ദേശിച്ചു. അതനുസരിച്ച് പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവളുടെ നട്ടെല്ലിനെയും അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ തോളത്തെ എല്ലിനും ഏകദേശം ശരീരം പല സ്ഥലത്തായിട്ട് ഇത് ബാധിച്ചതായിട്ട് ആ പെറ്റ് സ്കാനിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അന്നേരം ഒന്നും ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഇവളോട് ഞങ്ങളാരും ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം വേദന, ആ വിഷമം എങ്ങനെ അനുഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവിനോട് മുട്ടിപ്പായിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ പുത്തൂര് രൂപതയുടെ മെത്രാൻ, ഞാൻ ഒത്തിരി അടുപ്പത്തിലാണ്. കാരണം രൂപതയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് രൂപത MCAയുടെ ആത്മായ പ്രതിനിധികളുടെ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും പരിചയമുണ്ടായിരുന്നു. പിതാവിനോടും പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥനയിലും കുർബാനകളിലും പ്രത്യേകമായിട്ട് ഇവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എനിക്കറിയാവുന്നവരെല്ലാവരും ഇവൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ചികിത്സകൾ നടത്തിക്കൊണ്ടിരുന്നു. ബോൺ മാരോ മൈലോമ ആണ് അവളുടെ അസുഖം. അതിന് ചികിത്സിക്കുവാനായിട്ട് മാസം 3 കീമോയാണ് എടുക്കേണ്ടി വരുന്നത്. ഒരു കീമോ എടുത്താൽ എത്രമാത്രം വിഷമമുണ്ടെന്നുള്ളത് ഇവിടെ ആർക്കെങ്കിലും ഉള്ളവർക്ക് അറിയാമായിരിക്കാം. പല പ്രാവശ്യം കീമോ എടുക്കുമ്പോഴും അവൾക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. തല കറങ്ങി വീഴുകയൊക്കെ ചെയ്യുവാൻ. അത്രമാത്രം പവർഫുള്ളാണ് കീമോ. അതിനുശേഷം 6 സൈക്കിൾ, ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ 3 കീമോയാണ്. അങ്ങനത്തെ 6 സൈക്കിൾ, മാസത്തിൽ 3 കീമോ, 6 സൈക്കിൾ ഞങ്ങൾ എടുത്തു. അതിനുശേഷം ആ 6 സൈക്കിൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എൻ്റെ അപ്പാപ്പൻ്റെ മകൾ തോട്ടത്താടിയിൽ നിന്നും എൻ്റെ സഹോദരി കസിൻ സിസ്റ്റർ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മോരിയയിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ഞാൻ പോയി ഡാൽസൺ ബ്രദറെ കണ്ടു. ഡാൽസൺ ബ്രദർ അവിടെ നിന്നോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ 2 പേർക്ക് ക്യാൻസർ ഉണ്ടല്ലേ. ആരും പറഞ്ഞതല്ല, ബ്രദറായിട്ട് അത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ബ്രദർ പറഞ്ഞെന്ന് പറഞ്ഞു, അവരോട് ഇങ്ങോട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് ടിക്കറ്റെല്ലാം ടോക്കനെല്ലാം എടുത്ത് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ഞാനും കൂടി വരാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഇവളുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തത് എൻ്റെ മകൻ്റെ ESIയുടെ ഇൻഷുറൻസ് മുഖേനയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഓടി നടക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. ഇവളെ തന്നെ ഞാൻ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് ഞാനങ്ങ് പോയി. അന്നേരം ജിജി ബ്രദർ എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യത്തെ ധ്യാനത്തിന് നിങ്ങളും കൂടി വരണം കേട്ടോ എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ, സൗകര്യം അനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നവംബർ മാസത്തിലെ ധ്യാനത്തിന് വരുവാനായിട്ട് സാധിച്ചില്ല. ഇവൾ വന്നത് ഒക്ടോബർ മാസത്തിലെ ധ്യാനത്തിനായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട രാജുവച്ചൻ വിളിച്ച് പറഞ്ഞു, ക്യാൻസർ രോഗിയെ ദൈവം സുഖപ്പെടുത്തിയെന്ന്. യേശുവിന് സ്തോത്രം, ദൈവമേ സ്തോത്രം. ആ സുഖപ്പെട്ട ആള് ഇവളാണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അതിനുശേഷം ദിവ്യകാരുണ്യ കൗൺസിലിങ്ങിൽ ഡാൽസൺ ബ്രദറും പറഞ്ഞു, അവളെ തൊട്ടുകൊണ്ട് പറഞ്ഞു, ചേച്ചിയുടെ സഹോദരി തങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറിയിരിക്കുന്നു എന്ന് ദൈവം കാണിച്ചു തരുന്നുവെന്ന്. ഇതോടെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ഇവിടെ എൻ്റെ ഭാര്യയുടെ മൂത്ത സഹോദരൻ വന്നപ്പം എനിക്ക് വരാൻ പറ്റിയില്ല. പുള്ളിക്കാരന് ഇവിടെ നിന്ന് സന്ധ്യ സമയത്ത് ഇവിടെ ആരാധനയ്ക്ക് വരുമായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, സാബു, ബീനയുടെ അസുഖങ്ങളെല്ലാം മാറി. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു, ബീനയുടെ അസുഖം മാറി. സന്തോഷം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. മാതാവിന് ഒത്തിരിയേറെ നന്ദിയും ഞാൻ പറയുകയാണ്. അതിനുശേഷം
ഞങ്ങൾ ഏകദേശം 1 മാസത്തിന് ശേഷം ഞങ്ങൾ പിന്നെയും ചികിത്സിക്കുവാനായിട്ട് പോയി. 2 കീമോ കൂടി ബാക്കിയുണ്ട്, അതായത് 4 കീമോ ബാക്കിയുണ്ടായിരുന്നു, 2 സൈക്കിള്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇനി മാസത്തിൽ 3 കീമോ വേണ്ട, 2 കീമോ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ കീമോ എടുത്തതിന് ശേഷം, കീമോ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. ആ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് കണ്ട ഉടനെ പറഞ്ഞു ഇനിയും ഇവക്ക് മുന്നോട്ടുള്ള ചികിത്സയുടെ ആവശ്യമില്ല. അപ്പോൾ അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞിരുന്നു ബോൺ മാരോ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നത്. അതായത് എല്ലിനകത്തെ മച്ച പുറത്തെടുത്ത് അത് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. അത് 4 ആഴ്ചത്തെ ട്രീറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. അപ്പം ഇത് കണ്ട ഉടനെ, ഈ റിപ്പോർട്ട് കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞത് ഇതിൻ്റെ ആവശ്യം ഇനി ഇല്ല, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഇത് കേട്ട ഉടനെ എന്നെക്കൊണ്ടാവുന്ന പോലെ ദൈവത്തിന് നന്ദി ഞാൻ പറഞ്ഞു. ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട രാജ്യാച്ചനിലൂടെയും ഡാൽസൺ ബ്രദറിനിലൂടെയും ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹം ദൈവം ഞങ്ങളെ ഒത്തിരി കരുതി. മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾ അന്നും ഞങ്ങൾ തുടക്കം മുതലേ എല്ലാ കാര്യത്തിനും കുർബാനയിൽ ഞാൻ എന്നും സമർപ്പിച്ച്, പ്രത്യേകിച്ച് തിരുശരീരത്തിൽ രക്തങ്ങൾ എടുത്ത് വെക്കുന്ന സമയം മുതൽ, സ്ഥാപിക്കുന്ന സമയം മുതൽ കരഞ്ഞ്, മദ്ബാഹയിലാണ്, ഞാനൊരു കപ്പ്യാർ കൂടിയാണ്, മദ്ബാഹയിൽ നിന്നോട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും സുഹൃത്ത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, വർഗീസൂട്ടി എന്നാണ് പേര്. അവൻ എപ്പോഴും എന്നെ തട്ടും, ദൈവം സുഖപ്പെടുത്തും, നീ പേടിക്കണ്ട, എൻ്റെ പുറത്ത് തട്ടിക്കൊണ്ടെന്നും പറയുമായിരുന്നു. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുവാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ദൈവം എല്ലാ നന്മകളേക്കും യേശുവിന്റെ നാമത്തിലൂടെ നമുക്ക് അനുഗ്രഹിക്കാം. യേശുവേ നന്ദി കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തുതിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ.